പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് 5ാം ക്ലാസ്സിലെ ജീവജലം എന്ന് പറഞ്ഞ പാഠഭാഗത്തിലെ 2ാമത്തെ ഓൺലൈൻ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. 1ാമത്തെ ക്ലാസ്സിൽ ജലത്തിൻ്റെ സവിശേഷതകളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ജലത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എന്തൊക്കെയായിരുന്നു ജലത്തിൻ്റെ സവിശേഷതകൾ? അതെ, ജലം വസ്തുക്കളെ ലയിപ്പിക്കുന്നു. പിന്നെയോ, ജലത്തിന് ഒഴുകാനുള്ള കഴിവുണ്ട്. പിന്നെയോ, താപം വഹിക്കാനുള്ള കഴിവുണ്ട്. താപം വഹിക്കുക എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ചൂട്. നമ്മൾ ഭക്ഷണമൊക്കെ പാകം ചെയ്യുമ്പോൾ, ചായ ഉണ്ടാക്കുമ്പോൾ ചൂടുണ്ടാവാറില്ല, തിളപ്പിക്കണമല്ലോ. അപ്പോൾ താപം വഹിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ വെള്ളത്തിന് നിശ്ചിത ആകൃതിയില്ല. നമ്മൾ കുടത്തിൽ വെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ട് നമ്മളത് കയ്യിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ബക്കറ്റിലുള്ള വെള്ളം കയ്യിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് ആകൃതി ഉണ്ടാവുക? കയ്യിൻ്റെ ആകൃതിയാണ്. ഇനി അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാൽ ഗ്ലാസിൻ്റെ ആകൃതിയാണ്. ഇതൊക്കെ നമ്മൾ 1ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നിശ്ചിത ആകൃതിയില്ല. പിന്നെയോ, ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യാൻ കഴിയും. വെള്ളത്തിന് ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യാൻ കഴിയും. അപ്പൊ ഈ കാര്യങ്ങളായിരുന്നു നമ്മൾ 1ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇനി 2ാമത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ വിക്ടേഴ്സ് ചാനലിലൂടെ ഒക്കെ കണ്ട ഒരുപാട് പരീക്ഷണങ്ങൾ, അതൊക്കെ ഒന്ന് നമ്മുടെ ശാസ്ത്രപുസ്തകത്തിലേക്ക് ഏതൊക്കെ വേണ്ടെന്നൊന്ന് പറയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിശദീകരണം നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, നമുക്ക് പറയാം. അത് സാറ് തന്നിരുന്നത് ഓൺലൈൻ ക്ലാസ്സിൽ, വിക്ടേഴ്സ് ചാനലിലൂടെ വന്ന ഓൺലൈൻ ക്ലാസ്സിൽ സാറ് ആദ്യമായിട്ട് നമുക്ക് വെള്ളത്തിൽ അലിയുന്ന വസ്തുക്കളും അലിയാത്തതും വേർതിരിക്കാൻ വേണ്ടി സാറ് ഒരുപാട് വസ്തുക്കൾ ഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ച് അതിൽ മേശപ്പുറത്ത് ഒരുപാട് വസ്തുക്കൾ വെച്ചിട്ട് ഒരു പരീക്ഷണം ചെയ്തു. നിങ്ങൾ കണ്ടില്ലേ? അതൊക്കെ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. അതിൽ എന്തൊക്കെയായിരുന്നു സാർ എടുത്ത് വെച്ചിരുന്നത്? ഉപ്പുണ്ടായിരുന്നു, പഞ്ചസാര ഉണ്ടായിരുന്നു, മണ്ണെണ്ണയുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, കൽക്കണ്ടം, ശർക്കര, മല്ലിപ്പൊടി, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അല്ലേ? ഈ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് സാറ് പരീക്ഷണം ചെയ്യാൻ തുടങ്ങി. പഞ്ചസാര ആദ്യം വെള്ളത്തിലിട്ടു, എന്നിട്ട് നന്നാക്കി ഇളക്കി. ശ്രദ്ധിച്ചാലായിരുന്നു പഞ്ചസാര എന്തായിട്ടുണ്ട്? കുറച്ച് കഴിയുമ്പോൾ പഞ്ചസാര കാണാനില്ല. എന്തായിട്ടുണ്ടാവും? വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും, വെള്ളത്തിൽ ലയിച്ചു പോയി. പിന്നെ കർപ്പൂരം എടുത്തിട്ട് വെള്ളത്തിലിട്ട് നന്നാക്കി ഇളക്കി അല്ലേ? നന്നായി ഇളകിയതിൻ്റെ ശേഷം നമ്മളൊക്കെ നോക്കിയ സമയത്ത് അത് അതേപോലെ അങ്ങ് നിൽക്കുന്നുണ്ട്. ഇളകി പോയിട്ടുണ്ടോ? വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നോ? ഇല്ല, ലയിച്ച് ചേർന്നിട്ടില്ല. അപ്പം വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കളുണ്ട്, ലയിക്കാത്ത വസ്തുക്കളുണ്ട്. ഇങ്ങനെ സാറാടെ മേശപ്പുറത്ത് വെച്ച ഒരുപാട് സാധനം, പഞ്ചസാര എടുത്തു, ഉപ്പെടുത്തു, പിന്നെ മണ്ണെണ്ണ, വെളിച്ചെണ്ണ, ഇതൊക്കെ ഇട്ടിട്ട് ഇളക്കി. അതിൽ കുറേ വസ്തുക്കൾ എന്തായിട്ടുണ്ട്? വെള്ളത്തിൽ ലയിച്ചു ചേർന്നു, ചിലത് ലയിച്ച് ചേരാത്തതുമുണ്ട്. അപ്പം നമുക്കതൊന്ന് പട്ടികപ്പെടുത്താനുണ്ട്. വെള്ളത്തിൽ ലയിച്ചു ചേരുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്, ലയിച്ചു ചേരാത്ത വസ്തുക്കൾ ഏതൊക്കെയാണ്? എഴുതിക്കൂടെ? ഒരു പട്ടിക ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ പട്ടിക നോക്കിയിട്ട് നമ്മുടെ പുസ്തകത്തിൽ അല്ലേ ഒന്ന് കള്ളിയൊക്കെ വരച്ച് നമ്മൾ വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ ലയിച്ചു ചേരുന്നവ, ലയിച്ചു ചേരാത്തവ ഇതാണ്. ഇനി വെള്ളത്തിൽ ഇങ്ങനെ പഞ്ചസാര വെള്ളത്തിലിട്ട് നല്ലോണം ഇളക്കി കുറച്ച് കഴിയുമ്പോൾ വെള്ളത്തിൽ എന്തായി? അതിലെ പഞ്ചസാര കാണില്ല. അപ്പം അതെന്തായിട്ടുണ്ടാവും? വെള്ളത്തിൽ ലയിച്ചു ചേർന്നു. അപ്പൊ ലയിച്ചു ചേർന്ന വസ്തുവിനെ എന്തോ ഒന്ന് പേര് പറഞ്ഞിരുന്നു. എന്താണ്? ലീനം എന്ന് പറയും. വെള്ളത്തിൽ ലയിച്ചു ചേർന്നപ്പോൾ എന്തായി? അത് ലീനം. ലയിച്ചു ചേർന്ന വസ്തുക്കൾക്ക് എന്തു പറഞ്ഞു? ലീനം എന്ന പേരാണ്. അപ്പം ലീനം ഏതിലാണോ ലയിച്ചു ചേരുന്നതോ അതിനെന്താ പറയാ? ലായകം എന്ന് പറയുന്നത്. പഞ്ചസാര ഏതിലിട്ടിരുന്നത്? വെള്ളത്തിലാണ് ഇട്ടിരുന്നത്. അപ്പൊ വെള്ളം എന്താണ്? ലായകമാണ് അല്ലെ? അപ്പം ലയിച്ചു ചേർന്ന വസ്തുവിനെ ലീനമെന്നും ഏതിലാണോ ലയിച്ചത് ആ വസ്തുവിനെ ലായകമെന്നും പറയും. അപ്പൊ ഇവിടെ എടുത്ത സാറ് ഫസ്റ്റ് പരീക്ഷണത്തിന് എടുത്ത വസ്തുക്കളൊക്കെ
ഏതിലാണ് ലയിപ്പിച്ചത്? വെള്ളത്തിൽ ലയിപ്പിക്കാൻ വേണ്ടിയാണ് നോക്കിയത് അല്ലേ? അതിൽ ചിലതൊക്കെ വെള്ളത്തിൽ ലയിച്ചു ചേർന്നു, ചിലതൊന്നും വെള്ളത്തിൽ ലയിച്ചു ചേർന്നില്ല. ഏതൊക്കെ ചേർത്ത് ലയിച്ചതെന്ന് നമ്മൾ കണ്ടു, ഏതൊക്കെ ലയിക്കാത്തത് എന്ന് നമുക്കറിയാം. അപ്പൊ അത് നമ്മൾ പട്ടികപ്പെടുത്തി. അപ്പം ഇനി അടുത്തത് ഒരു സോഡാ കുപ്പി എടുത്തിട്ട് എന്ത് ചെയ്തു സാറ്? സോഡാ കുപ്പി എടുത്തിട്ട് കുപ്പിയോ മേശപ്പുറത്ത് വെച്ച് അതിൻ്റെ മൂടി തുറന്നപ്പോൾ അതിന്ന് ഒരു ശബ്ദവും കേട്ടു, കുമിളകൾ ഇങ്ങനെ പൊങ്ങി വരുന്നതും കണ്ടു അല്ലേ? അപ്പം അതില് പുറത്തേക്ക് പോകുന്ന അല്ലെ, ഒരു വാതകം പുറത്തേക്ക് പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ശബ്ദത്തോടു കൂടിയൊക്കെ കുമിളകളൊക്കെ വരുന്ന ഒരു വാതകം പുറത്തേക്ക് പോകുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ആണത്. കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ഇങ്ങനെ ലയിച്ച് ചേർന്ന് കിടക്കുന്ന വസ്തുവാണ്. അപ്പം വാതകങ്ങളും എന്താകും? വെള്ളത്തിൽ ലയിച്ചു ചേരും. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും, മത്സ്യങ്ങളൊക്കെ, മീന് കുളത്തിലൊക്കെ താമസിക്കുമ്പോൾ മീനുകളും ശ്വസിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മീന് ശ്വസിക്കുന്നത് എങ്ങനെയാണ്? വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന ഓക്സിജൻ ഉപയോഗിച്ചാണ്. അപ്പൊ വെള്ളത്തിൽ ഓക്സിജൻ ലയിച്ചു ചേർന്നത് കൊണ്ടാണ് മീനിനെ കിട്ടുന്നത്. അപ്പം വാതകങ്ങൾ എന്ത് ചെയ്യും? വെള്ളത്തിൽ ലയിച്ചു ചേരും. അപ്പം വെള്ളത്തിൽ ലയിച്ചു ചേരുന്നതും ലയിച്ചു ചേരാത്ത വസ്തുക്കളും ഉണ്ട്. ഇവിടെ വെള്ളത്തിൽ ലയിച്ചു ചേർന്ന വസ്തു നമ്മൾ നേരത്തെ ഒരുപാട് പട്ടികപ്പെടുത്തി. ഇനി ഏതിലാണോ ലയിച്ചത് അതിനെ ലായകം എന്ന് പറഞ്ഞു. ഇനി ലീനവും ലായകവും കൂടി ചേർന്നതിനെ എന്താ പറയാ? ലായനി എന്ന് പറയും. സോഡാ ലായനി. ലീനവും ലായകവും കൂടി ചേർന്നുണ്ടായാൽ വസ്തുവിനെ എന്താ പറയാ? ലായനി എന്ന് പറയും. പഞ്ചസാര വെള്ളത്തിലിട്ട് കലക്കിയപ്പോൾ പഞ്ചസാര ലായനിയായി. അവിടെ ലീനം ഏതാണ്? പഞ്ചസാര. ലായകം ഏതാണ്? വെള്ളം. അത് രണ്ടും കൂടി ചേർന്നപ്പോൾ എന്തായി? പഞ്ചസാര ലായനിയായി. ഉപ്പ് ലീനമാണ്, വെള്ളം ലായകമാണ്. അത് രണ്ടും കൂടി ചേർന്നപ്പോൾ ഉപ്പ് ലായനിയായി അല്ലേ? ഇനി അപ്പോ ഇവിടെ എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ തന്നെ ലയിച്ചോളുന്നുണ്ടോ? ചില വസ്തുക്കള് വെള്ളത്തിൽ ലയിക്കാത്തതുകൊണ്ട്. നമ്മള് ചക്കൊക്കെ ഉണ്ടാകുന്ന കാലത്ത്, ചക്കൊക്കെ ഇഷ്ടമാണല്ലോ നമുക്ക്. ചക്കൊക്കെ ഉണ്ടാകുന്ന കാലത്ത് ചക്കൊക്കെ തിന്നു കഴിഞ്ഞാൽ കയ്യിൽ അതിൻ്റെ പശ ഒട്ടി പിടിക്കും അല്ലേ? ആ പശ നമ്മൾ പോക്കാൻ വേണ്ടി വെള്ളം എടുത്തിട്ടാണ് കഴുകുക. എന്താ ചെയ്യുക? അതെ, വെളിച്ചെണ്ണ എടുത്തിട്ട് കയ്യിലൊക്കെ പുരട്ടും. കയ്യിലൊക്കെ പുരട്ടി കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ പുരട്ടി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ എന്താവും? ആ ഒട്ടലൊക്കെ നിൽക്കും അല്ലേ? കയ്യിലെ പശയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ അവിടെ ചക്കപ്പശ വളിഞ്ഞി എന്നൊക്കെ പറയും നമ്മുടെ നാട്ടില്. ഈ ചക്കപ്പശ എന്താണ്? ലീനമാണ്. അവിടെ അതിനെ ലയിപ്പിച്ചത് എന്താണ്? വെളിച്ചെണ്ണയാണ്. അവിടുത്തെ ലായകം ഏതാണ്? വെളിച്ചെണ്ണ. നമ്മളെ വീട്ടിൽ പെയിന്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ പെയിന്റ് ചെയ്ത സ്ഥലത്ത് പിടിക്കും അല്ലെ? ശ്രദ്ധിക്കാതെ പിടിക്കും. പഴയ ഓർമ്മക്ക് വന്ന് പിടിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ കയ്യിലൊക്കെ ആകെ എന്തായിട്ടുണ്ട്? പെയിന്റ് ആയിട്ടുണ്ടാവും. എന്താ ചെയ്യുക? നമ്മൾ ഉടനെ തന്നെ പോയിട്ട് മണ്ണെണ്ണ എടുത്തിട്ട് കയ്യിലൊക്കെ തേക്കും അല്ലേ? നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ച ആ വസ്തു എന്താണ്? പെയിന്റ്. അത് ലീനമാണ്. ആ പെയിന്റ് കളയാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച വസ്തു ഉണ്ടല്ലോ, അത് മണ്ണെണ്ണയായിരുന്നു അല്ലെ? ആ മണ്ണെണ്ണ എന്താണ്? ലായകമാണ്. അപ്പോൾ ഇവിടെ ലീനം എന്താന്ന് പഠിച്ചു. ലയിക്കുന്ന വസ്തുക്കളെ ലീനം എന്ന് പറയും. ലായകം ഏതിലാണോ ലയിച്ചത് അതിനെ ലായകം എന്ന് പറയും. ലായനിയോ? ലീനവും ലായകവും കൂടി ചേർന്നാൽ അത് ലായനിയായി മാറും. ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ്. ലീനം, ലായകം, ലായനി, ഇതൊന്ന് നമുക്ക് പട്ടികപ്പെടുത്താനുണ്ട്. ലീനം ഏതാണ്, ലായകം ഏതാണ്, ലായനി ഏതാണ്? അതിൻ്റെ ആ വർക്ക് ഷീറ്റ് ഞാൻ തരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ എന്താണ് വർക്ക് ഷീറ്റ് തരുന്നുണ്ട്. ആ വർക്ക് ഷീറ്റ് നോക്കിയിട്ട് നിങ്ങൾ ആ വർക്ക് ഷീറ്റിൽ വിട്ട ഭാഗങ്ങളൊക്കെ നിങ്ങൾ പൂരിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിലാണ് ചെയ്യേണ്ടത്. ശാസ്ത്ര പുസ്തകത്തിൽ വൃത്തിയായിട്ട് ചെയ്യുക. അപ്പം ലീനം, ലായകം, ലായനി. ഇനി നമ്മുടെ വീട്ടിൽ കിട്ടാത്ത ചില വസ്തുക്കളുണ്ട്. നമ്മൾ ലീനമായിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ലാബുകളിലും ഒക്കെ, അല്ലെങ്കിൽ ചില കർഷകരൊക്കെ ഉപയോഗിക്കുന്ന, അതിൽ കോപ്പർ സൾഫേറ്റ്, തുരിശ് എന്നൊക്കെ പറയും നമുക്ക്. കോപ്പർ സൾഫേറ്റ് ഇത് സാറേ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു
ഗ്ലാസ്സിലേക്കിട്ട് കലക്കിയ സമയത്ത് വെള്ളത്തിൽ അത് എന്ത് ചെയ്തു? അലിഞ്ഞു ചേർന്നു അല്ലേ? അവിടെ തുരിശ് എന്ന് പറയുന്നത് എന്താണ്? ലീനമാണ്. അവിടെ ലായകം ഏതാണ്? വെള്ളമാണ് അല്ലേ? അത് രണ്ടും കൂടി ചേർന്നപ്പോൾ എന്താണ്? തുരിശ് ലായനി ഉണ്ടായി. ഇനി അത് കഴിഞ്ഞതിന് ശേഷം പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് ലീനം, പിന്നെ വെള്ളം ലായകമാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് രണ്ടും കൂടി ചേർന്നപ്പോൾ എന്ത് ചെയ്തു? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉണ്ടായി അല്ലേ? അപ്പം ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത സംഗതി ഏതൊക്കെയാണ്? ലയിക്കുന്ന വസ്തുക്കൾ, ലയിക്കാത്ത വസ്തുക്കൾ, ഇത് നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ ലീനം, ലായകം, ലായനി. എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ തന്നെ ലയിക്കണമെന്നില്ല. ചില വസ്തുക്കൾ ലയിപ്പിക്കാൻ വെള്ളത്തിന് കഴിയില്ല. അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കളും വെള്ളത്തിൽ ലയിക്കാത്ത വസ്തുക്കളും, ജലത്തിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കാത്തവ, അത് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ നമ്മുടെ ശാസ്ത്രപുസ്തകത്തിൽ ഉണ്ടാവേണ്ട കുറച്ച് ഭാഗങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ ശാസ്ത്രപുസ്തകത്തിൽ എഴുതേണ്ട സംഗതികൾ എന്തൊക്കെയാണ്? ജലത്തിൽ ലയിക്കുന്നവ, ലയിക്കാത്തവ, പിന്നെ ലീനം എന്താണ്, പിന്നെ ലായകം എന്താണ്, ലായനി, ഇത് പട്ടികപ്പെടുത്തുക. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ്, എല്ലാ വസ്തുക്കളും ജലത്തിൽ തന്നെ ലയിക്കണമെന്നില്ല. ജലത്തിൽ ലയിക്കാത്ത വസ്തുക്കളുമുണ്ട്. നമ്മൾ ചക്കയുടെ പശയും പെയിൻ്റൊക്കെ പറഞ്ഞല്ലോ, അതൊന്നും ഏതിലല്ല ലയിച്ചത്? വെള്ളത്തിൽ അല്ല ലയിച്ചത്. അത് എന്താണ്? വേറെ ദ്രാവകങ്ങളിലാണ് ലയിച്ചത് അല്ലേ? ഇനി എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിയുന്നത് ഏതാ എന്നുള്ളത് നമ്മൾ ചെയ്ത പരീക്ഷണങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളതാണ്. ഏറ്റവും കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിയുന്നത് ജലത്തിലാണ് അല്ലേ? ജലത്തിനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിൽ വൃത്തിയായിട്ട് നമ്മൾ എഴുതി വെക്കണം. അത് നിങ്ങളുടെ ശാസ്ത്ര അധ്യാപകർക്ക് അയച്ചു കൊടുക്കും വേണം. എന്നിട്ട് ആ കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കും കൂടിയും വേണം. ഓക്കെ, നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ ചേർക്കാനുള്ളതൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും നോട്ട് പുസ്തകത്തിലൊക്കെ എഴുതി എന്താണ് അത് നമ്മളെ പഠിക്കാനുള്ള ശ്രമം കൂടി നടത്തുക. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ്. ഓക്കെ.